ഞാൻ നോക്കുമ്പോഴത്തേക്കും സകല പെമ്പിള്ളാരും വന്ന് സാർ ഇട്ടില്ലേ പൊട്ടിക്കുന്നു പറഞ്ഞ சும்மா சட்டையை மாட்டி போடுற சும்மா ஃப்ரெண்ட்ஸ் இல்ல செட்டி மாட்டி போடுற അത് ചുമ്മാ അറിയാട്ടോ റിയൽ കബഡി പ്ലേയേഴ്സ് ആണല്ലോ പിടിച്ചടിക്കണം. ഒറ്റ അടിയാനായിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് എനിക്ക് മനസ്സിലാവില്ല എന്റെ ഞങ്ങൾക്ക് ദൈവമേ കാഴ്ചയൊക്കെ പോയി വലിയൊരു സൗണ്ടിൽ പൊട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സാധനം ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോ ഒരു ചില്ലി. ദൈവമേ അത് ഇന്ന് പേടിച്ചു പോയി. എന്റെ വീട്ടുകാർ ഇത് എനിക്ക് ഉള്ള വളരെ എണ്ണപ്പെട്ട കുറച്ച് സുഹൃത്തുക്കള് അതിൽ കൂടുതലൊന്നും എന്റെ വേൾഡിലും ഇല്ല. ആരാണ് ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു? പിന്നെ ഇറക്കണ്ട ജക്സൺ ഈ പടം കൊണ്ട് കബഡി കബഡിക്ക് നല്ല സ്പോർട്സ് ബോണസ് തൊട്ടും ഞാൻ പിടിച്ചിട്ട ഞാൻ അതിന്റെ കൂടെ പോയി. ചേഞ്ചേണ്ട കണ്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ സെറ്റഡ് ആയത്. അല്ല ശാന്തനോട് അടുത്തെടുത്തിക്കോ ആരോ ചതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കാം. സന്ധിക്കും പറയും വണക്കം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ചൈതന്യ. ഇപ്പൊ തിയേറ്ററിൽ ഭയങ്കര ആവേശത്തോടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അത് മാത്രമല്ല എല്ലാ ഫാമിലി ഓഡിയൻസും ഭയങ്കര അടിക്ക് എന്നുള്ളൊരു ഭയങ്കര മൂഡിലിരുന്ന് ഭയങ്കര സ്വാഗിലിരുന്ന് കാണുന്ന സിനിമ ബൾട്ടിയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ടീം ബൾട്ടി ഉണ്ട്. വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കാണുന്നുണ്ട്. എന്നാലും ഒരു ക്ഷീണമുണ്ടോ ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഒരു 10-15 ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രകൾ കൂടി. അപ്പൊ പനി അടിച്ചു ഒരു 4 ദിവസം മുമ്പ്. അതിന്റെ ഒരു മന്ദതയുണ്ട്. പക്ഷെ ബൾട്ടിയുടെ എനർജി കാരണം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വന്നിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഈ റീൽസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോ ജാലക്കാര് നിന്ന് തിളങ്ങണ ഒരു തിളക്കുണ്ട്. അതിനകത്ത് ആ ഡാൻസിലൊന്നും ഒരിക്കലും ആ ഒരു എനർജി ഒന്ന് താഴ്ന്നത് കണ്ടിട്ടില്ല. എവിടെ നിന്നാലും ഓടി വരുന്ന ആ സ്പോർട്സിനെത്തുമ്പോ ഡാൻസ് കളിക്കുന്നു അല്ലേ? അത് കുറെ പേര് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പലയിടത്തുനിന്ന്. ആ പോർഷൻ എവിടുന്ന് കേൾക്കുന്നു, ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഓടി വരുന്നു, ഡാൻസ് കളിക്കുന്നു. എങ്ങനെ പോകുന്നു അങ്ങനെ അതിന്റെ ഒരു ലവ് കാണുമ്പോ? ശരിക്കും ആദ്യം ഫസ്റ്റ് ആ ഒരു അട്രാക്ഷൻ ആദ്യം കിട്ടിയ നമ്മൾ ഇതിന്റെ ഗ്ലിംസ് ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനൊരു റീച്ച് വരുന്നുണ്ടെന്ന്. അത് പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ഗ്ലിംസ് എല്ലാം വന്നു. സോഡാ ബാബു ക്യാരക്ടറും കൂടെ വന്നപ്പോഴത്തേക്ക് അതിനും ഭയങ്കര റീച്ച് കിട്ടി. ശാന്തനുമായിട്ട് നല്ല റീച്ച് കിട്ടി. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു ജനകീയമായിട്ട് ഒരു അപ്പീൽ വന്നത് ജാലക്കാരിക്കായിരുന്നു. അത് ഫസ്റ്റ് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുവാണ്. അങ്ങനെ ആരും റീലൊന്നും ഇട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ ചിലപ്പോ ഇത് ആൾക്കാർക്ക് വർക്കായി ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചാകര വന്നു പറഞ്ഞതാണ്. ഞാനപ്പോ ആദ്യം വന്നോണ്ടിരിക്കുമ്പോ എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത അത്രയും വരാൻ തുടങ്ങി എന്ന് പറഞ്ഞൊരു അവസ്ഥയായി. കാര്യം കൗണ്ട് കൂടി. അപ്പൊ ഞാൻ എല്ലാത്തിലും പോയി ഒരു കമന്റ് ഇടാൻ നോക്കി തുടങ്ങി എന്നുള്ളതാണ്. ഭയങ്കര ലവാണ് അതിന് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ട്രെയിലർ വന്നു. ട്രെയിലർ എക്സ്ട്രീംലി നല്ല റെസ്പോൺസ്. ഇപ്പോഴത്തെ സിനിമ വന്നിരിക്കുകയാണ്. സിനിമ യുനാനിമസ്ലി എനിക്ക് പലയിടത്തുനിന്ന്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണെങ്കിലും പല സ്ഥലത്തുനിന്ന് നല്ല റെസ്പോൺസുകൾ, അവിടുത്തെ തിയേറ്റർ റെസ്പോൺസുകളൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് പലരും അയച്ചു തരാണ്. അതായത് ഞാൻ ഇന്നിപ്പോൾ ഒരു ഹിന്ദിയിലൊരു റിവ്യൂ കണ്ടതിൽ അവർ പറഞ്ഞത് ഓരോ മാസ് മൊമെന്റ്സിലും തിയേറ്റേഴ്സിൽ കയ്യടിയായിരുന്നു, അവിടെ ഹൗസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ കേൾക്കാൻ പറ്റുന്നത്. അതൊക്കെ ചില്ലറ കാര്യങ്ങളാണ്, വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് പോകുന്ന ഒരാള് സൈഡിൽ തുറുപ്പ് ചീട്ട് ഈ നെറിയാണ്. അതുപോലെ തന്നെ പോട്ടെ. ഇങ്ങനെ സ്വന്തമായിട്ട് ആലോചിക്കുന്നുണ്ടോ ഇത് ഹിറ്റ്? എന്ത് തുറുപ്പ് സ്റ്റാർ? തൂക്ക് സ്റ്റാർ. അപ്പൊ തൂക്ക് സ്റ്റാർ പറയൂ, തുടർച്ചയായിട്ടുള്ള വിജയം താങ്കൾക്കൊരു ഭാരമായി തോന്നുന്നു? ഇല്ല, ഒട്ടുമില്ല. കുറെ കാലം പരാജയമായിരുന്നല്ലോ, അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള വിജയം കുറച്ചുകൂടെ പോട്ടെ. അല്ല, ഇത് കുറെ പോട്ടെ, അങ്ങനെ പോട്ടെ. അല്ല, ഒരുപാട് സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കാലം ഇതിനെ പറയുകയാണെന്ന് അത്രയും ആഗ്രഹിച്ചാണെന്ന് കിട്ടിയ ഒരു ചാൻസ് ആണ്. അപ്പോൾ
ഇതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ണി, ഇതിന്റെ ഡയറക്ടർ ഉണ്ണി ശിവലിംഗ്. അദ്ദേഹത്തെ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ തന്നെ അത് ഇപ്പൊ പ്രൊഡക്ഷനും കൂടെ സമ്മതിക്കാതെ പറ്റില്ല. അപ്പോൾ സന്തോഷ് സാർ, STK ഫ്രെയിം സന്തോഷ് സാർ, അതുപോലെ ബിനു ചേട്ടൻ, ബിനു ജോർജ്, അലക്സാണ്ടർ, അവരുടെയൊക്കെ സപ്പോർട്ട്. പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഉദയൻ, മണി, കുമാർ, അല്ല എല്ലാവരും, അത് ഹോൾ ക്രൂവിന്റെ ഒരു ഭയങ്കര എഫേർട്ടാണ്. കാരണം ഇത് ഇപ്പൊ ഷെയ്നാണെങ്കിലും ഷെയ്ന് ഇത്രയും സിനിമ മാറ്റി വെച്ചിട്ടാണ് ഇവൻ ഈ പ്രാക്ടീസിനൊക്കെ വരണത്. ഇപ്പൊ നമ്മൾ പ്രാക്ടീസിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം പ്രാക്ടീസ് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഷെയ്ൻ സജീവമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാള് 1 മാസം 1.5 മാസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് പ്രാക്ടീസിന് വരുന്നു. അപ്പൊ ആ എഫേർട്ടൊക്കെ കൊണ്ടാണ് ആ ബോണ്ടിങ്ങും, അല്ലെങ്കിൽ ആ ഇതിലിപ്പോ എല്ലാവരും ആക്ഷൻ സീക്വൻസ് ഭയങ്കര നല്ലതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിക്കുന്ന എല്ലാവരും വേണം തിയേറ്ററിൽ ഭയങ്കര രസമുണ്ട്, എങ്ങനെ ഇത്രയും ഫ്ലെക്സിബിൾ ആയി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ 1.5 മാസത്തെ ട്രെയിനിങ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഷെയ്നാണെങ്കിലും ശാന്തനു ആണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും, നമ്മൾ കബഡി അതിൽ കളിച്ച എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു കേട്ടോ. അത് എല്ലാവർക്കും ഒരുമിച്ചായിരുന്നു. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും, അതിൽ കുറെ പേര് പ്ലേയേഴ്സ് ആണ്, അല്ലാതെ അഭിനയിച്ച കാസ്റ്റ് ആയിട്ടുള്ളവർക്കും ട്രെയിനിങ് കൊടുത്തൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ എല്ലാവരും ഒരു കൂട്ടമായിട്ടുള്ള ഒരു എഫേർട്ട് ഇങ്ങനെ അപ്രിസിയേഷൻ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, കന്നി സ്വാമി എന്നൊക്കെ പറയുന്ന പോലെ കന്നി എൻട്രി അങ്ങോട്ട് കിടുക്കനാക്കി വെച്ചേക്കാണ് ജക്സൺ. അതെ, എല്ലാവർക്കും അല്ലേ? തൂക്കി സ്റ്റാർ, തുറുപ്പ് സ്റ്റാർ, കന്നി സ്റ്റാർ. കന്നി സ്റ്റാർ പറയൂ. നീ സൂപ്പർ സ്റ്റാർ അല്ലേ? അല്ല, ഇത് മൾട്ടി സ്റ്റാർ. പിന്നെ അവരെല്ലാം നല്ല സ്റ്റാർ, എനിക്ക് കഞ്ഞി സ്റ്റാർ. കന്നികളാ, കന്നി കന്നി. ഫസ്റ്റ് ഏത് സ്കൂളിലാണ് നീ പഠിപ്പിച്ചത്? അതുപോട്ടെ, ഗൈസ്, നിങ്ങൾക്കറിയുമോ ഈ മനുഷ്യൻ ഒരു നാഷണൽ കബഡി പ്ലെയർ മാത്രല്ല, സ്കൂളിലെ സാറും കൂടിയാ. അതെ, ഇപ്പൊ ഇല്ല PT സാറായിരുന്നു. PT സാർ എങ്ങനെയുണ്ട്? സാധാരണ ഞങ്ങൾക്ക് ഏറ്റവും എന്തോരം ലേഡീസ് ഫാൻസ് ആണെന്നറിയാതെ. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇയാളുടെ ലുക്ക് വിട്ടെ, പോസ്റ്റർ ലുക്ക്. ഞാൻ നോക്കുമ്പോഴത്തേക്കും സകല പെൺപിള്ളേരും വന്ന് സ്കൂളിലെ PT സാറാണോ എല്ലാവരും വന്നു സാറേ ഭയങ്കര കമന്റുകളല്ലേ. വീട്ടിലെ പൊട്ടിക്കെന്ന് പറഞ്ഞ ടെററാണിത്. ഓക്കെ, സാറിന്റെ കുട്ടികളുടെ റെസ്പോൺസ് മാത്രമല്ല, മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാവരും? ഭയങ്കര സന്തോഷം. നമ്മുടെ ഫസ്റ്റ് പടമല്ലേ, അപ്പൊ അത് തന്നെ ഇത്രയും നല്ലൊരു റെസ്പോൺസ് എല്ലാവരുടെയും കിട്ടും. ഭയങ്കര സന്തോഷമുണ്ട്. നാട്ടിലൊക്കെ എല്ലാരും ഭയങ്കര ഫ്ലെക്സ് വെച്ചോ? വെച്ച് സ്വന്തമായിട്ട് വെച്ചോ? സ്വന്തമായിട്ട് ഞങ്ങളുടെ കാശില്ലല്ലോ. നാടിന്റെ പൊന്നോമനക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമായിരുന്നു. ഉദ്ഘാടനം സ്കൂളിൽ ചെറിയ ഉദ്ഘാടനമൊക്കെ. ജക്സൺ അവൻ പഠിപ്പിച്ച സ്കൂളില് ഒരു ഉദ്ഘാടനത്തിന് പോയിണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. പിള്ളേരെല്ലാരും കൂടെ ജക്സനെ പൊതിയുന്ന ഒരു വീഡിയോ. ആദ്യത്തെ പടത്തിലൊക്കെ ഇത്ര ആരാധനയെ വലയുണ്ടാവുന്നൊക്കെ പറഞ്ഞല്ലോ. അതെനിക്ക് അതാണ് ഒരു പേടിയുണ്ട്, എന്താവോ. ഇപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കല്ലേ, അപ്പം ഷെയ്ൻ ചേട്ടന്റെ അടുത്ത് എന്തെങ്കിലും, കാരണം ഇപ്പൊ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, ഇങ്ങനെ ബുക്ക് കൊണ്ട് നടന്നോ ഓരോന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്? നോട്ട് ചെയ്യാൻ ഞാൻ പറട്ടെ, ഷെയ്ൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്നുവെച്ചാ അല്ല, ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചേട്ടന്റെ സ്ഥാനം കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് ഉദ്ദേശം. ആ സമയത്ത് നമുക്ക് അഭിനയത്തിന്റെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഷെയ്ൻ ചേട്ടൻ പറഞ്ഞു തരും. ശാന്തനുണ്ടോ അങ്ങനെ തന്നെ. ഇപ്പൊ കബഡിയുടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഐസായിട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഇവന് ഷോട്ടിന് മുമ്പ് നമ്മളിപ്പോ കബഡി ഷെയ്ൻ ചേട്ടാ അത് ഇത് ഇങ്ങനെ നോക്കണോട്ടെ, ഇങ്ങനെ കൈ നീട്ടണോട്ടെ, കൈ ഇങ്ങനെ ലൂസ് ആക്കണോട്ടെ, എല്ലാം വന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ചെറിയ ചെറിയ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഐസ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവരെനിക്കും എങ്ങനെയാണ് ചെയ്യണ്ടേ, നമുക്ക് ഒരു പിടിയില്ല. അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ഇവൻ അടിപൊളി ആക്ടറാണ്. അത് കാണുന്നവർക്ക് ക്ലിയർ ആയിട്ട്, അത് പടം കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നാച്ചുറൽ ഒരു ടാലന്റ് ഇവന്റെ ഉള്ളിലുണ്ട് എന്നുള്ള നിസ്സംശയമാണ്. നീ കബഡിക്ക് പോകുന്ന പണ്ടേ ചിലപ്പോ ഇതിലോട്ട് വന്നാണെങ്കിൽ പണ്ടേ ശ്രമിക്കുന്നുണ്ട്, ഇപ്പഴല്ലേ കിട്ടുന്നത്. അതെ അതെ, നമ്മള് ആ വഴിയാണല്ലോ. അതുകൊണ്ടാണല്ലോ കുറച്ചുകൂടെ കബഡി നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ സിനിമയിലെ മെയിൻ ആയിട്ട് കാര്യം, ചില സിനിമകളിൽ ഇപ്പം നായകൻ നിന്നടിക്കുന്നു, നായകന്റെ ഫൈറ്റ് മാത്രം കിടില്ല, ബാക്കി കൂടെയുള്ള കൂട്ടുകാരൊക്കെ കുറച്ചടിയൊക്കെ കൊണ്ട് വീഴുന്നു. പക്ഷെ ഇത് അങ്ങനല്ല, നായകൻ വീണിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ബാക്കിയുള്ളവരും വീഴുന്നു, നായകൻ എഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നു. ഈക്വൽ ആയിട്ട് സാധനം പോയിട്ടുണ്ട്. ഇത് ഒരു നായകൻ പടം എന്നുള്ള രീതിയിലല്ല, ഇത് 4 ഫ്രണ്ട്സിന്റെ പടമാണ്.
4 കൂട്ടുകാരുടെ പടമാണ്. 4 കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമ. അതില് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും എനിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് എനിക്ക് തന്നിട്ടുണ്ട്. ശാന്തനു ബായിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ശാന്തനു ബായിക്ക് കൊടുത്തിട്ടുണ്ട്, ശിവക്ക് കൊടുക്കേണ്ട ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്, ജക്സന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ വില്ലന്മാരുടെ കയ്യിലും നോക്കിക്കോ, നമ്മൾ ഒരു ക്യാരക്ടർ പറഞ്ഞ വെറുതെ അല്ല ഈ പടത്തിൽ. എല്ലാവർക്കും പ്രീതിയുടെ ക്യാരക്ടർ വെറുതെ ഒരു പാട്ടിന് വേണ്ടി വന്ന ക്യാരക്ടർ അല്ലല്ലോ. സിനിമയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമ കണ്ടവർക്ക് അറിയാം. അതാണ് അങ്ങനെ ഒരു കൃത്യമായ സ്പേസ് എല്ലാവർക്കും അടയാളപ്പെടുത്തി തന്നെ അവർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഉള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് സിനിമയെ മാത്രമല്ല ജീവിതത്തിലും ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ഷർട്ടുകൾ മാറുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഈ പ്രേക്ഷകരെ നിങ്ങൾ ബാക്കിയുള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത് ഒന്നല്ല രണ്ടല്ല ഇതെല്ലാം ഒന്നൊരു സാധനം. നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സ് മേടിച്ച് അത് ആ ഹോസ്റ്റലിലെ മൊത്തം പിള്ളേർക്കുള്ള അതേപോലെ ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ് ഞങ്ങള്. ചുമ്മാ സട്ടയെ മാറ്റി പോടുற ചുമ്മാ ഫ്രണ്ട്സ് ഇല്ല സെട്ടി മാറ്റി പോടുற അതിലും മാറാട്ടോ അതൊന്നും ഞാൻ മാറ്റിയിടാറില്ല. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ടീമിന്റെ കൂടെ ഒന്ന് മേജ് ആയിട്ട് ഇങ്ങനെ ഇത്ര നാള് സിനിമയ്ക്ക് മുമ്പ് തന്നെ വർക്ക് ചെയ്യുമ്പോൾ? അതാണ് അതിനകത്ത് ഏറ്റവും ഗുണം കിട്ടിയത്. നമുക്ക് ആ ഒരു പ്രാക്ടീസിങ് ടൈമിൽ തന്നെ എന്താ പറയാ നാച്ചുറലി തന്നെ ഇവരായിട്ട് ജെല്ലാവാനും മിങ്കിളാവാനുള്ള ഒരു സ്പേസ് കിട്ടി. അതിനൊരു വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നല്ല ശരീരവേദനയായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഐസ് വെച്ച് തരാനോ ഒക്കെ ഇവന്മാരൊക്കെ തന്നെയാണ് അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് നമുക്ക് വേദന എല്ലാവർക്കും ഒന്നാണല്ലോ പറഞ്ഞ പോലെ തന്നെ. അതില് വേറെ കുറവും കൂടുതലൊന്നും ആരും കാണുന്നില്ല. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് കേറി പിന്നെ അങ്ങോട്ട് ഓരോ ദിവസങ്ങളും, അതായത് ഇവന് ഓൾറെഡി കബഡി അറിയാം, ഇവന് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ, പേരെടുത്ത് പറയേണ്ടത് രമേശ് മാസ്റ്റർ, നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു പുള്ളി നമുക്ക് കൊടുത്തിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഫിസിക്കലി നമ്മൾ ഇതിനകത്ത് കുറെ കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് മൈൻഡ് വൈസ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും ഒരു ടൈം എത്തുമ്പോഴത്തേക്ക്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബോണ്ടിങ് വന്നത് അതല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ അതിലേക്ക് ആ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ അത് അടയാളപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ സീനുകളെല്ലാം ഞങ്ങൾക്ക് ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് പാസം കാണിക്കുന്ന ഒരു സീൻ പോലും ഇല്ല പടത്തിൽ. ശ്രദ്ധിച്ചറിയാം. എന്നാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെന്ന് പലയിടത്തുനിന്നായിട്ട് എനിക്ക് റിവ്യൂല് ഞാൻ വായിച്ചത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അല്ലേ ഫ്രണ്ട്സ് ഓക്കെ ഇത് ഇതാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറെ സീനുകൾ വെച്ചിട്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണം. ഇത് അങ്ങനെയൊന്നും അല്ല. വളരെ സട്ടിലായിട്ടുള്ള ചെറിയ ഷോട്ടുകളിൽ കൂടെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ച ഒരു സംഭവമാണ്. അതെല്ലാം അതെ, ശരിക്കും അത് നമുക്കിങ്ങനെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ട്, എവിടെയും അതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് എവിടെയും കാണിക്കുന്നില്ല. എന്നാൽ ഇവര് തമ്മിൽ 4 പേരും തമ്മിലുള്ള ഒരു ബോണ്ട് ഭയങ്കര ഫീൽ ചെയ്യും. എനിക്ക് ലോട്ടറി കച്ചവടക്കാരനായിട്ട് നിൽക്കുമ്പോ മറ്റേ ഇല്ലാന്ന് പറഞ്ഞ് പോകുന്ന സാധനം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വലിയ കാര്യം. കുമാറിന്റെ ക്യാരക്ടർ ഒന്നും എപ്പോഴും മുന്നെടുത്ത് ലോട്ടറി മേടിക്കും, പുള്ളിക്കാരി ലോട്ടറി അടിക്കൂല, പുള്ളിക്ക് പൈസ കിട്ടത്തുമില്ല. ഓക്കെ. പിന്നെ ഈ സിനിമയില് എനിക്ക് അമ്മയുമായിട്ടുള്ള ഒരു റിലേഷൻ ഭയങ്കര, കാരണം ചിലയിടത്ത് മാത്രമേ അമ്മ വന്ന് പോകുന്നുള്ളൂ, പക്ഷെ അമ്മയ്ക്ക് ഈ 4 മക്കളോടുള്ള ഒരു സ്നേഹം. ഇപ്പം ശരിക്കും ആൺകുട്ടികളുടെ അമ്മയാവുമ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്റെ മോൻ മാത്രമല്ല, മോന്റെ കൂട്ടുകാരും മക്കളാന്നുള്ള ഒരു സംഭവം ഉണ്ട്. അത് ആ ഫസ്റ്റ് ഹാഫില് ഒരു സോങ് ഉണ്ട് പടക്കളമേ. അതിനകത്ത് ഒരു ഷോട്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടെന്ന് പറഞ്ഞു. ചിക്കൻ കൊടുക്കുന്നതില് എനിക്ക് അല്ലെ കുമാരണ്ണന് പീസിട്ട് കൊടുക്കുന്ന രംഗമുണ്ട്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടെന്ന് അറിയില്ല, അതിൽ തന്നെ ഉണ്ട്. അതായത് സ്വന്തം മകനേക്കാളും പ്രിയപ്പെട്ടതായിട്ടാണ് ബാക്കി എന്റെ സുഹൃത്തുക്കളായിട്ട് വരുന്നവരോടും അമ്മ ഉള്ളത്. അതെല്ലാം ഈ പറഞ്ഞ പോലെ അതാ, ഇതൊന്നും നമ്മൾ മറ്റേ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചിട്ടില്ല, പക്ഷെ അത് പലരും ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതിങ്ങനെ അമ്മയുടെ ആ ഒരു സീൻസ് ഒക്കെ എടുക്കുമ്പോ എപ്പോഴെങ്കിലും ഉമ്മയെ ഓർമ്മ വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉദയന്റെ ക്യാരക്ടറിന് ഫ്രണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? വേറെ ആരും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരാളല്ല. ഇയാൾക്ക് ഭയങ്കര ലക്ഷ്യബോധമുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കണം ഒന്നും ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അയാളുടെ മട്ടൺ സ്റ്റാൾ, അയാളുടെ കബഡി സുഹൃത്തുക്കള്, പിന്നെ അയാളുടെ അമ്മ, ഇത് മാത്രമേ അയാളുടെ ഒരു ലോകമുള്ളൂ. ഏകദേശം പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ പോലെ സിനിമയിലെ ജോലി, എന്റെ വീട്ടുകാർ, ഇത് എനിക്ക് ഉള്ള വളരെ എണ്ണപ്പെട്ട കുറച്ച് സുഹൃത്തുക്കള്, അതിൽ കൂടുതലൊന്നും എന്റെ വേൾഡിലും ഇല്ല എന്ന് പറഞ്ഞ പോലെ ആണ്
അപ്പൊ ഉദയന്റെ ക്യാരക്ടറായിട്ട് അത്യാവശ്യം ആ രീതിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി അല്ലെങ്കിൽ അടി കിട്ടിയത് ആർക്കായിരിക്കും ശരിക്കും? എല്ലാവർക്കും കിട്ടിയത്. എല്ലാവരും കിട്ടി. അറഞ്ചം കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഡയറക്ടർ സംസാരിച്ചാൽ പറഞ്ഞു ഒരടിക്ക് ശരിക്കും കുമാറിന്റെ കുറച്ചു നേരം സൗണ്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അപ്പൊ തന്നെ വന്നിട്ട് അടുത്ത ഷോട്ടിന് റെഡി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇതില് ഞാൻ പറയാം, ഇപ്പൊ ഷെയ്ന് നമ്മൾ കബഡി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇവന്റെ തല പോയി താഴെ അടിച്ച് നമ്മൾ MRI അതിന്റെ സീൻ പറയണം. അതായത് നിങ്ങൾ പടം കണ്ടുണ്ടാവും, കാവേരിനെ കാണുമ്പോഴത്തേക്കും ഫുള്ള് പറഞ്ഞ സ്പോയിലർ ആവും. ഫുള്ള് പറയണ്ട. പ്രദീപിന്റെ കിക്കല്ലേ? പ്രദീപിന്റെ കിക്കല്ല, കാവേരിനെ കാണുമല്ലോ. കബഡി മറ്റേ പുറത്താവലിക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് കാവേരിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മൈൻഡ് പോയി ഫോക്കസ് ചെയ്ത് കളിക്കാൻ പറ്റാണ്ട് ഇവര് പിടിച്ച് താഴത്തേക്ക് അടിക്കും. പക്ഷെ അത് ഫ്രെയിമിൽ കാണുമ്പോൾ നോർമലാ. പക്ഷെ ഇത് ഷോട്ട് എടുക്കുന്ന സമയത്ത് മാസ്റ്റർ ഭയങ്കര ഉച്ചത്തിൽ പറഞ്ഞ് മെതിങ്കെ എന്ന് പറഞ്ഞിട്ടാണ് നല്ല പൂടുങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആക്ഷൻ പറഞ്ഞപ്പോഴത്തേക്കും റിയൽ കബഡി പ്ലേയേഴ്സ് ആണല്ലോ പിടിച്ചു കഴിക്കുന്നത്. ഒറ്റ അടിയാനായിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഈ കണ്ണിങ്ങനെ കാണിക്കുന്നുണ്ട്. അതും ഷോട്ടിലുണ്ട്, പക്ഷെ അത് റിയലാ. പക്ഷെ അതിൽ നിന്ന് ഞാൻ നടന്ന് മോണിറ്ററിന് അങ്ങോട്ടൊന്നും പറഞ്ഞ് നടന്നു പോയി നേരെ പുറത്തോട്ടാ. എനിക്ക് മനസ്സിലാവില്ല, എന്റെ കണക്ഷൻ പോയി, ബ്ലാക്ക് ആയി. പിന്നെ ഞാൻ കുറച്ചു നേരം കാരോണിൽ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇരുട്ട് വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ദൈവമേ കാഴ്ചയൊക്കെ പോയി ആ സീനില്. അങ്ങനെ സ്കാൻ എടുത്ത് പറഞ്ഞു അങ്ങനെ മേജർ ഇഞ്ചുറീസ് ഒന്നുമില്ല, മൈനർ ഇഞ്ചുറീസ് മേ ബി അത് 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം, അപ്പൊ ആ ഗ്യാപ്പിൽ ഇവരുടെ റൈഡും കാര്യങ്ങളൊക്കെ എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാനും ബാക്കി ജോയിൻ ചെയ്തു. എല്ലാവർക്കും അതുപോലെ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇപ്പൊ ശാന്തനുണ്ണൻ ഇതുപോലെ നക്കിൾ ഫ്രാക്ചർ ആയി. പുള്ളി ഒരുത്തിന്റെ ഫേസിൽ പഞ്ച് ചെയ്ത് നക്കിൾ ശരിക്കും പോയിട്ട് ഇടിച്ച് ഫ്രാക്ചർ ആയി. പിന്നെ നമ്മുടെ ഫൈറ്റിനൊന്നും മാറ്റ് ഇട്ടിട്ടല്ല ചെയ്യുന്നത്. ആ സോഡ ഫാക്ടറി ഫൈറ്റ് ഒക്കെ ചെയ്ത മനസ്സിലാവും, നമ്മൾ മാറ്റ് അല്ല, അത് താഴെയാണ്. അപ്പൊ നമ്മൾ തലകുത്തി പറയുന്നതൊക്കെ താഴെ ശരിക്കും ചെയ്യണം. അപ്പോൾ കാല് പൊട്ടും കൈ പൊട്ടും ഇടിപ്പ് എവിടെയെങ്കിലും പോയി ഇടിക്കും. ഭയങ്കര ക്ലോസ്ഡ് സ്പേസ് അല്ലേ. അപ്പൊ ഇടിയിട്ട് ജക്സനും അതുപോലെ കുറെ കുത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങക്ക് തല്ലി പൊട്ടിക്കാൻ മാത്രം കുറച്ച് സെറ്റുകൾ ഉണ്ടായിരുന്നു അതല്ലേ, മൊത്തം അടിച്ച് തകർക്കാൻ വേണ്ടിട്ട്. ഹോട്ടൽ ഫൈറ്റിനും ഉണ്ടായിരുന്നു ഒരു, അത് പേടിച്ചു പോയി. പക്ഷെ ഇവര് ആ ചില്ലിന്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിനകത്ത് പഴംപൊരി സാധനങ്ങൾ അതൊക്കെ വെച്ചിട്ട് ചില്ല് അതിലേക്ക് ഇങ്ങനെ പോയിട്ട് മറ്റേ ഏറി പോയിട്ട് ഇങ്ങനെ ഇടിച്ച്, അപ്പൊ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ പോകുന്നു, കുത്തുന്നു, മറ്റേ ആള് പോയി അടിക്കുന്നു, പൊട്ടുന്നു. സാധാരണ ഗതിയിൽ ഒരു മൂന്ന് മറ്റേ എന്താ ബോംബാണ്, കുട്ടി ബോംബ് എന്ന് പറയാം. അത് വെച്ച് കഴിഞ്ഞാൽ ചില്ലും പൊട്ടും, അതൊരു ടൈമിങ്ങാ. അപ്പൊ ഇതാ സോഫ്റ്റ് ഇതായിരിക്കും, പോയി പൊട്ടും, അത് പൊട്ടും. പക്ഷെ ഇതിലെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാത്തിലും ഓരോരോ ക്ലാസ് ആയതുകൊണ്ട് 8 ഇതുണ്ട്. ഒരു 7 കുട്ടി ബോംബ് വെച്ചിട്ടുണ്ടായി. അപ്പൊ ഞാനിത് ചിന്തിക്കുന്നില്ലല്ലോ എന്താ സംഭവം. നേരെ പോയിട്ട് ഇത് അടിച്ചു കഴിഞ്ഞ് നല്ലൊരു പൊട്ട് പൊട്ടി, വലിയൊരു സൗണ്ടിൽ പൊട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സാധനം, ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോ ഒരു ചില്ല്. ദൈവമേ, അത് ഇന്ന് പേടിച്ചു പോയി. ശരിക്കും എല്ലാരും പേടിച്ചു. കാരണം സൗണ്ടും ഭയങ്കര പൊട്ടിത്തെറിച്ച് നേരെ വന്ന് ഇവിടെയും മുറിഞ്ഞു, ഇവിടെയും ഒരു മുറിവ് കിട്ടി. എല്ലാരും പേടിച്ചു പോയി. ഞാൻ ചെറിയ ടെൻഷൻ, കാരണം സാധാരണ 3 എണ്ണൊക്കെ വെക്കുള്ളൂ, 7-8 എണ്ണം വെച്ചിരുന്നു. വളരെ സാഹസികമായി അങ്ങനെ ഓർക്കാൻ കുറച്ച് ഓർമ്മകളുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് ആലോചിക്കുമ്പോ അതൊന്നും വിഷമമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. എന്തായാലും പടം നമുക്ക് അതിന്റെയൊക്കെ റിസൾട്ട് നമ്മൾ തിയേറ്ററിൽ കാണുന്നുണ്ട്. ജക്സ എന്തായാലും കബഡി പ്ലെയർ ആണ്. ഇവർ ഇത്രയും പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ആരാണ് ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു? മാറ്റിലേക്ക് ഒരു കോർട്ടിലേക്ക് ഇറക്കാൻ പറ്റുന്നത് ഇറക്കണ്ട ജക്സ, കബഡിക്ക് ഞാനില്ലെന്ന്. കബഡിക്ക് നല്ല സ്പോർട്സ് കോച്ചായി അതാകുമ്പോ പറഞ്ഞ ശക്ത ഇന്ത്യ ഇറക്കാൻ പറ്റുന്ന എല്ലാരെയും ഇറക്കാം. എനിക്ക് തോന്നുന്നത് ശിവയാണ്. ശിവ അവിടുത്തെ കോച്ച് കൊണ്ടുപോന്നൊക്കെ പറയുന്നേട്ടെ. സൂപ്പറായ ശിവയാണ് ക്ലാസ്സിലെ പഠിപ്പിച്ചത്. കബഡി ക്ലാസ്സിലെ പഠിപ്പിച്ചത് ഇതിനായിരുന്നു ആണല്ലേ, മെയിൻ ആണ്. അല്ല, കാരണം ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര മറ്റേ ഇതായിരുന്നു. ആദ്യത്തെ ദിവസം റൈഡ് ചെയ്തിട്ട് ഫുൾ ചിരിയും ബഹളൊക്കെ ആയിരുന്നു, കാരണം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് പെട്ടെന്ന് എല്ലാരും പെട്ടെന്ന് സെറ്റ് ആയി കേട്ടോ. ഞാൻ എന്റെ റൂംമേറ്റ് ആരാ, നാഷണൽ പ്ലെയർ അല്ലേ, പിന്നെ അവിടെ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നു, ഇവിടെ വന്ന് പറ്റുന്നു. ഞാനത് കബഡിപ്പടമാണ് പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ കബഡിപ്പടം കണ്ടില്ല, ലാസ്റ്റ് കബഡിപ്പടി എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ജയിക്കുന്ന ആ പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാരും പെട്ടെന്ന് കളി പഠിക്കുകയും ചെയ്ത് ശാന്തനോടൊക്കെ സൂപ്പറായിട്ട് കളിക്കും. അത്യാവശ്യം എന്നാൽ ഒരു കളിക്കാരെ പോലെ തന്നെ ആവാനുള്ള എല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കളി ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് തമിഴ് തലൈവാസിന്റെ അർജുൻ ദേശവാളുമായിട്ട് കൊളാബ് ആ സംഭവം. ഇത്രയും കാലം ഇത് ടിവിയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോസിലാണ് ഞങ്ങൾ കബഡി കാണിച്ചു, പ്രാക്ടീസിന്റെ സമയത്ത് വീഡിയോസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോ അതിന്റെ പോലെയൊക്കെ ഏകദേശം ചെയ്യാനൊക്കെ നോക്കി.
അത് കഴിഞ്ഞ് റിയൽ മാച്ച് കാണാൻ പോയി. പ്രോ കബഡിയിൽ തമിഴ് തലവേസത്തിന് നമുക്ക് ഇതുണ്ടായിരുന്നു, കൊളാബ് ഉണ്ടായിരുന്നു. ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോഴാണ് റിയൽ ആയിട്ടുള്ള മാച്ച് കാണുന്നത്. അന്ന് മനസ്സിലായി നമ്മൾ ചെയ്തത് ഒന്നും. ഇതാണ് അത് റെസ്ലിംഗ്, എന്തൊരു റെസ്ലിംഗ് പോലെയാണ് തോന്നിയത് എനിക്ക് അത് കണ്ടിട്ട്. നമ്മൾ ഇവരുമായിട്ടൊരു ഫ്രണ്ട്ലി മാച്ച് പോലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പവൻ ഷെറാവത്ത് ഈ അർജുൻ പവൻ ഷെറാവത്തിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെയാണ് നോക്കണേ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അപ്പൊ ഇവരെ നേരിട്ട് കാണാനുള്ള മൂഡ് പോയി. അവിടെ പോയി ഒരു ചെറിയ ഫ്രണ്ട്ലി മാച്ച്. അവരൊരു പിടിത്തം പിടിക്കുമ്പോ തന്നെ കാലൊക്കെ തിരിച്ച് ആംഗിൾ ഹോൾഡ് ആണ് എന്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതാണ് ഒരു മച്ചാന പേര് ഓർക്കണല്ല, ഇയാള് വന്നിട്ട് ബൾക്ക് ലൈൻ തൊട്ട് അത് കഴിഞ്ഞിട്ട് ബോണസ് തൊടാൻ വേണ്ടി വരും. അപ്പൊ ബോണസ് തൊട്ടോ ഞാൻ പിടിച്ചിട്ട, ഞാൻ അയാളുടെ കൂടെ പോയി. പുള്ളി നടന്നാ പോകുന്നത്, ഞാൻ അയാളോട് അന്ന് മനസ്സിലായി ഇത് അഭിനയിക്കാൻ റിയൽ ആയിട്ട് നടപടിയാവില്ല. നമ്മളവരെ തൂക്കിയടിച്ചു. അത് കഴിഞ്ഞിട്ട് ഷെയ്ൻ ജാലക്കാരി കളിച്ചു, അവർക്ക് കളിക്കാൻ നമുക്ക് പറഞ്ഞൂടാ. പക്ഷെ അതിനെ പറ്റി ഒന്നും പറയല്ലേ. ഈ ജാലക്കാരി എവിടെയും കളിച്ച് ഞാൻ കണ്ടില്ലല്ലോ, അത് പഠിച്ചില്ല. അത് ഞങ്ങളുടെ അല്ല, സന്തോഷ് സാർ ഞങ്ങളോട് പ്രത്യേകം അഭിനന്ദിച്ചു. എന്നിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് സാർ പറഞ്ഞു നായക ചേഞ്ച് ചെയ്യണം, അപ്പൊ നിങ്ങൾ കളിച്ചു കഴിഞ്ഞ് കേറിപ്പോ അതിന് മുകളിൽ, അപ്പൊ നിങ്ങൾ കളിക്കണ്ട. ഞങ്ങളൊരു കോളേജ് പരിപാടിക്ക് കയറി ഡാൻസ് കളിച്ചു. സന്തോഷ് സാർ പറഞ്ഞു പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ ഇനി മേലെ ഇനി മേല എന്റെ ജാലക്കാരി നശിപ്പിക്കരുത്. അല്ല, ഇതിന് കാരണം സന്തോഷ് സാർ ഇപ്പൊ സാധാരണ നമ്മൾ പടത്തിന്റെ പ്രൊമോഷൻ പോകുമ്പോ പ്രൊഡ്യൂസേഴ്സ് ഒന്നും അങ്ങനെ കൂടെ വരാറില്ല. അപ്പൊ ഇതില് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാം സന്തോഷ് സാർ. എല്ലാ പരിപാടിക്കും സാർ കൂടെ മണ്ടത്തരം കാണിക്കും, അതുകൊണ്ട് വരുന്ന സന്തോഷ് സാറും ബിൻചേട്ടനും രണ്ടുപേരും നമ്മുടെ കൂടെ ഫുൾ ടൈം പ്രൊമോഷനും എല്ലാ പരിപാടിക്കും. അപ്പോ ഷൂട്ടിന്റെ സമയത്ത് എല്ലാവരും കുറച്ച് ടെൻഷൻ, ഇത് തീരണ്ടേ അങ്ങനെ. പക്ഷെ പ്രൊമോഷൻ ടൈം ആയപ്പോ കുറച്ചുകൂടെ എല്ലാവരും ഭയങ്കര ഷൂട്ടിന്റെ സമയത്തേ ഭയങ്കര മഴ പെയ്തേ. അപ്പൊ ഒന്നാമത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ ടൈമിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നടന്നോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ ഷൂട്ട് നടക്കുന്നില്ല, മഴ വരുന്നുണ്ട്. ഞങ്ങള് ടെൻഷൻ അടിച്ചിട്ടേ, കാരണം സന്തോഷേട്ടൻ വരുന്നുണ്ട്, സന്തോഷ് സാർ വരുന്നുണ്ട്. അപ്പൊ എന്ത് പറയുന്ന അറിയത്തില്ല, കാരണം കുറച്ച് ടൈമൊക്കെ ആയിട്ടിരിക്കുക. അപ്പൊ മഴയായിട്ട് ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുക. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ചെന്നിട്ട് സന്തോഷ് സാറിനോട് പറയാം, മഴയാണ് പരിപാടി, എന്തോ ചെയ്യുന്ന, മഴയാണ് നാളെടുക്കും. നാളെടുക്കും, ശരി വണ്ടി കറിയോ പോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കധികം ടെൻഷൻ എടുക്കണ്ട അല്ലേ കാര്യത്തില്, വെറുതെ. ഇപ്പം ഈ ഇത്രയും ഒരുപാട് ഫൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മള് ഒരു സ്പോർട്സിന്റെ സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതിനെ കുറച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ചില ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അപ്പൊ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ കണ്ടത്. ഇത് ശരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് വായിക്കുമ്പോൾ ഇതിന് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഇതിന് സെക്കൻഡ് അതിന്റെ ഒരു തുടർച്ച പോലെ പോകാറുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത അങ്ങനെ തോന്നിയില്ല. കാരണം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനൊരു പുതുമയുള്ളത്. നമുക്കിപ്പോ ഞാൻ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അതിന് പറയാൻ രണ്ടുപേര് അതുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് അതേപോലെ നമ്മളൊരു ഇത് ചെയ്തെന്ന് ഓർത്തു, അപ്പൊ പറയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ എന്ന് പറയും. അപ്പൊ പറയേണ്ടവർ അത് എല്ലാ കാലം പറയും. നെഗറ്റീവ് പറയേണ്ട അവർക്കൊരു സുഖമാണ് അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ചെയ്യൂല. എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന് ദൈവസഹായം കൊണ്ട് നല്ല പ്രൊഡ്യൂസേഴ്സ് വന്നു, അതിന് ഇത്രയും വലിയൊരു ടീം വന്നു. ഇന്ന് ഈ പടത്തിന് ജെന്യൂനായ ഒരുപാട് നല്ല റിവ്യൂസ് വരും. ഇതൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ, അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ അതിന് മാത്രമേ വിശ്വസിക്കുന്നു. ചേട്ടാ ശരിക്കും ഇപ്പൊ ഓടി നടക്കുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ഹൈദരാബാദ് നാളെ ദുബായ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോരുമ്പോ ക്ഷീണം ഉണ്ടെങ്കിലും ഭയങ്കര ഒരു സന്തോഷമില്ലേ ഉള്ളില്? ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ ഏതൊരു സിനിമ, ഇപ്പൊ ഈ ജോണറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആക്ഷൻ ഫിലിം അത് തിയേറ്ററിൽ വർക്കാകാന്ന് പറയുന്ന, അതിൽ വർക്കാക്കിച്ചെടുക്കാന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അതിലെല്ലാവരും ഇറങ്ങുന്നവർ നിസ്സംശയം പറയുന്നത് പെർഫോമൻസുകളെ കുറിച്ചും ആക്ഷനെ കുറിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എന്തോരം റിവ്യൂസും കാര്യങ്ങളും ഓരോരുത്തർ പേഴ്സണലായിട്ട് പല ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഇവരും ഞാൻ അങ്ങനെ നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ അവരെല്ലാം നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അതാ ഞാൻ പറയണേ, അത് വലിയൊരു കാര്യമാണ്. ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനൊരു സിനിമ സംഭവിച്ചതിലും, ഇങ്ങനൊരു കഥ ഉണ്ണി വന്ന് പറഞ്ഞതിലും, ഇങ്ങനൊരു പ്രൊഡക്ഷൻ ഏറ്റെടുത്തതിലും.
നമുക്ക് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ ഷൈൻ ചേട്ടന്റെ 25ാമത്തെ സിനിമയാണ്, ഇദ്ദേഹത്തിന്റെ 1ാമത്തെ സിനിമയാണ്. ശിവയുടെ എത്രാമത്തെ സിനിമയായിട്ട് വരും ഇത്? എന്റെ കുറച്ചായി എന്ന് വെച്ചാ അല്ല ചെറിയ റോൾ എണ്ണീട്ടില്ല, പക്ഷെ ചെറിയ റോളൊക്കെ കൂട്ടണം. ഒരു 20 സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ആളെ ഏകദേശം 20 സിനിമ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ശിവനെ കാണുമ്പോഴേ നെഗറ്റീവ് റോളും നല്ല നൈസായിട്ട് ചെയ്യുന്ന ഒരാളാ. ഇപ്പം ഓസ്ലറിലെ സംഭവമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ തീർത്താലോ എന്ന് ഈ ടിവിയിലും ഫോണിലും ഒക്കെ കണ്ട ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ആരെ കണ്ടപ്പോഴേ ഏറ്റവും എക്സൈറ്റഡ് ആയ? ഏറ്റവും എക്സൈറ്റഡ് ഷൈൻ ചേട്ടൻ കണ്ടപ്പോ തന്നെ. കാരണം ഞാൻ മുകളിലോട്ട് കയറിച്ചില്ല, അതായത് ഇതിന്റെ പ്രാക്ടീസിന് കയറി ചെല്ലുമ്പോൾ ഷൈൻ ചേട്ടൻ മറ്റേ വലിയ ഉടുപ്പൊക്കെ ലൂസായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് എന്റെ അടുത്തോട്ടാ വന്നേ. ഞാൻ അങ്ങോട്ടേ എന്റെ അടുത്തോട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഷൈൻ ചേട്ടൻ കണ്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ എക്സൈറ്റഡ് ആയത്. അല്ല ശാന്തനോട് അടുത്തെടുത്തിക്കോ. അതുപോലെ കുമാർ ഉദയന്റെ ബോണ്ടിങ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പില് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ എവിടെയെങ്കിലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമുക്ക് കാണുന്നവർക്കൊരു ടെൻഷൻ അതിനകത്തൊന്ന് ബിൽഡായി. ഇപ്പൊ റിയൽ ലൈഫിലാണെങ്കിലും നമുക്കത് ഭയങ്കര ഇതല്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒട്ടും പറ്റാത്തൊരു സാധനം ശരിക്കും ട്രസ്റ്റ്. ആരോ ചതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കാം. പെരിയ കഥ ഞാൻ ബ്ലോഗ് ഇടാം, എന്നിട്ട് ഞാൻ ടാഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ഇമോഷൻസും എനിക്ക് ഇത് ഈ സിനിമയിലൂടെ കൺവേ ആയി എന്നുള്ളതാണ്. വലിയൊരു കാര്യം പറയാന്ന് വെച്ചാൽ ശാന്തനുബായിയുടെ നമുക്ക് മുമ്പ് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ശാന്തനുബായിക്ക് ജസ്റ്റിസ് കൊടുത്ത ഒരു ക്യാരക്ടർ കുമാരണ്ണനാണെന്ന് നിസ്സംശയം നമ്മൾ പറയുന്നത്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ബോഡി ഫ്ലെക്സിബിലിറ്റി, അഭിനയം കൊണ്ടും എല്ലാ രീതിയിലും ഒരു മികച്ച കംബാക്കാണ് മലയാളത്തിൽ നടത്തിയത്. ഒരു റീലോഞ്ച് തന്നെയാണ് മലയാളത്തിൽ ബ്രോ നടത്തിയത്. അതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും എല്ലാ ക്യാരക്ടറിനും അങ്ങനെ തന്നെ, ഒരു ക്യാരക്ടറെയും മിസ്പ്ലേസ് ചെയ്തായിട്ട് തോന്നിയിട്ടില്ല, ചുമ്മാതെ കൊണ്ടുവന്നായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവർക്കും കിഡിലനായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബൾട്ടി ഇനിയും മറ്റേ ബൾട്ടി സ്റ്റാർ എന്ന് പറയുന്ന പോലെ ബൾട്ടി ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആവട്ടെ ഈ ഒരു സിനിമ. അപ്പൊ കിഡിലനാവട്ടെ. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്കും പല ആൾക്കാരെയും ഇനിയും മീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് സന്ധിക്കും വരെ വണക്കം. Thank you so much. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.